എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറ്, ചപ്പാത്തി, ദോശ ഇവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു റെസിപ്പിയാണ് മുരിങ്ങയില ദാൽ കറി. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നിറയെ ചെറുപയർ എടുത്തിട്ട് നന്നായി കഴുകിയ ശേഷം 3 മണിക്കൂർ നേരം ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണിത്. ചെറിയ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ് ആട്ടോ. അപ്പോൾ ഞാൻ പയർ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പയർ കുതിർത്തിയ വെള്ളം 3/4 ഗ്ലാസും കൂടി ഒഴിച്ച് നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. ഇത് വേവുന്ന നേരം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 5 പച്ചമുളക്, 8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 കരയാമ്പൂ, 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനു മുമ്പ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കുക അരയാൻ എളുപ്പത്തിന്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ പയറും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പയർ ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് ചൂടായ ചീഞ്ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചിട്ട് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അത് നല്ല ഡ്രൈ ആവണ വരെ വഴറ്റി കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായി കൈയെടുക്കാതെ ഇളക്കി വഴറ്റി കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. 1-2 മിനിറ്റ് നേരം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി വെന്ത് ഉടയേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്ന് പച്ചമണം മാറി വന്നാൽ മതിയാവും. ഇനി നമുക്കതിലേക്ക് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ചെറുപയർ ചേർത്ത് കൊടുക്കാം. ചെറുപയർ ചേർത്ത് ഇളക്കിയ ശേഷം മുരിങ്ങയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങയുടെ ഇല ഞാൻ നന്നായി വൃത്തിയാക്കി വെച്ചതാണ്. എൻ്റെ കൈക്ക് 2 പിടി നിറയെ കൈപ്പിടി 2 കൈപ്പിടി നിറയെ മുരിങ്ങയുടെ ഇല ഉണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഇനി നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചാറ് കറിയാണല്ലോ, അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് അതിലേക്കൊരു കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇഷ്ടമില്ലാത്തവർ ഒഴിവാക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. ഇനി നന്നായി മിക്സാക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. ഒരു 3-4-5 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്ന് നമ്മുടെ മുരിങ്ങയുടെ ഇല വെന്ത് വന്നിട്ട് തീ ഓഫ് ചെയ്തു. ഇനി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കടുകും 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ച് നമ്മുടെ മുരിങ്ങയുടെ ഇല വെന്തയിലിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി സെർവിങ് ഡിഷിലേക്ക് മാറ്റിയേക്കണം. എൻ്റെ മുകളിലേക്ക് കറിയുടെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ദാൽ കറി ഇവിടെ റെഡി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയാണ് ഈ കറി. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബായ്.